ഉദ്ഘാടനം ചെയ്യുന്നത് പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന ശീർഷകത്തിൽ. പണിക്കർ സാറിൻ്റെ വളരെ പ്രശസ്തമായ കവിതയാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ ശീർഷകത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കവിതകളുടെ ആലാപനമാണ്. അപ്പോൾ മുരളി മാഷ്ക്കുള്ള ഒരു ഓർമ്മ സമർപ്പണം, ഓർമ്മ വീണ്ടെടുക്കൽ എന്ന നിലയ്ക്ക് അത് ഏറ്റവും അർത്ഥവത്തായി ചെയ്യുന്നത് കവിതകൾ ചൊല്ലിക്കൊണ്ടും കവിതകൾ സ്വീകരിച്ചുകൊണ്ടും കൈമാറ്റം ചെയ്തുകൊണ്ടുമാണ്. ആ നിലയിൽ അത് ഏറ്റവും ഗംഭീരമായി നടക്കുമെന്ന പ്രതീക്ഷയോട് കൂടി നേരത്തെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ജയം പറഞ്ഞു. മുരളി മാഷ് സുഹൃത്താണ്, പ്രമുഖനായ നടനാണ്. എല്ലാ നിലയിലും നമുക്കെല്ലാം പ്രിയപ്പെട്ട ഇർഷാദിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല. ലാസ്റ്റാണ് ആണോ? ആ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ളവരെ, കോമ്രേഡ് വളരെ ദീർഘമായിട്ട് മാഷെക്കുറിച്ച് മാഷയുടെ കവിതയും പാട്ടൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം ഇനിയിപ്പോൾ ഒന്നും പറയാൻ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇങ്ങനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള അത്ര ഉയർച്ചയില്ലാത്തൊരു മനുഷ്യനാണെന്നുള്ള നല്ല ബോധ്യമുള്ള ഒരാളത്. മാഷയുടെ ഒരു പരിപാടി അത്രയ്ക്ക്, കാരണം മാഷ് എന്നേക്കാൾ ഒരുപാട് അനുഭവങ്ങളും അറിവുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പ്രിയൻ ഇങ്ങനൊരു പരിപാടിയുണ്ട്, മാഷെക്കുറിച്ചുള്ള മാഷയുടെ ജന്മദിനം ആഘോഷമുണ്ട് ഫൗണ്ടേഷൻ്റെ പേരിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കവിതകൾ വന്ന് ചൊല്ലിത്തരാം. ഞാനങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പറയുന്ന പേരിൽ. അല്ല, അത് നീ ചൊല്ലിക്കോ, നിൻ്റെ കൂടെ ദൈവം ഒന്ന് ഉദ്ഘാടനം കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ ഉദ്ഘാടകൻ്റെ വേഷം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം നിങ്ങളോടൊക്കെ കവിത പറഞ്ഞിരിക്കാം. അതെന്ന് സംഭവിച്ചാൽ എനിക്ക് എൻ്റെ നടനാണെന്നതിലപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ കൂടിയാണ് കവിത. അതിന് മുൻഗാമികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാനാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്, കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമുള്ള കവിതകൾ ചൊല്ലല്ല പറയുകയാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം കൂടി ചെയ്യണമെന്ന് പ്രിയം പറയുമ്പോൾ അത് പ്രിയപ്പെട്ട മുരളി മാഷയുടെ ഈ ഓർമ്മ കൂടി ആവുമ്പോൾ, അല്ലെങ്കിൽ ജന്മദിനം കൂടി ആവുമ്പോൾ എങ്ങനെ അത് നോ പറയാം എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ഉദ്ഘാടകൻ്റെ വേഷം അണിയുന്നത്. ഒരുപാടൊന്നും പറയുന്നില്ല. മാഷെക്കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഉപാധികളില്ലാതെ മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കാമെന്ന് പഠിപ്പിച്ച ഒരു വലിയ അധ്യാപകനാണ്. ഇത്ര ആഴത്തിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുമെന്ന് കൂടി പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലം മാഷ് എന്ന് പറയുന്നത്. മാഷയുടെ അനാർക്കി ജീവിതങ്ങൾക്കിടയിൽ പോലും കഴിഞ്ഞ ദിവസം അന്തിക്കാട് ചാക്കോടി എഴുതിയതുപോലെ ഏതാണ്ട് സപ്പോർട്ടായിട്ട് വന്ന്, അല്ലേ, ചേച്ചിയുടെ ക്യാമ്പിലേക്ക് സപ്പോർട്ട് ചെയ്യുമായിട്ട് വന്ന് അതൊക്കെ കുട്ടികൾക്ക് വിതരണം ചെയ്യല എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർക്കും പ്രിയനൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തുമാത്രം ഉപാധികളില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ പ്രിയനായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം അനുഭവമുള്ളത് ചെറിയ പ്രിയനായിരിക്കും. സിനിമ നെയ്ത്തുകാരൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്തുമാത്രം പ്രിയനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓരോ സമയത്തും നമ്മളോടൊപ്പം മാഷ് പറഞ്ഞ പോലെ അവസാന സമയത്ത് നമ്മൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കിലൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ മാഷൊരു ഗുണ്ട ലെവലിലൊക്കെയാണ് കാര്യങ്ങൾ പെരുമാറിയെങ്കിലും ആ മനസ്സിൻ്റെ സ്നേഹം അത് വേറെ തന്നെയാണ്. അതിന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല, ആരെന്നൊന്നുമില്ല. ഏത് മനുഷ്യനെയും ചേർത്ത് പിടിക്കാനുള്ള ആ മനുഷ്യൻ്റെ കഴിവ് അത് അസാധാരണമായ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മാഷയുടെ പാട്ടിലായാലും കവിതയിലായാലും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആകാശമായിരിക്കാം, നക്ഷത്രമായിരിക്കാം, ഭൂമിയായിരിക്കാം. അതിൻ്റെ ഒരു വിശാലതയുണ്ടല്ലോ. ആകാശത്തിൻ്റെ വലിപ്പം, ഭൂമിയുടെ വലിപ്പം, നക്ഷത്രങ്ങളുടെ തിളക്കം, ഇതൊക്കെ അത് മാഷയുടെ സ്വഭാവത്തിലും അത്രമേൽ വിശാലതയോടെ മനുഷ്യനെ കാണാനും ചേർത്ത് പിടിക്കാനും കഴിയുന്നൊരു മാഷ്
എനിക്കൊക്കെ പേഴ്സണലായിട്ട് ഒരുപാട് എത്രയോ അനുഭവങ്ങളുണ്ട് എന്നോടൊക്കെ കാണിച്ച സ്നേഹത്തിനും സഹാനുഭൂതിക്കൊക്കെ. നമ്മളൊന്നും അല്ലാത്ത കാലത്തും ഇപ്പോൾ ഞാൻ ഇർഷാദ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനാവുന്നതിന് മുമ്പ് പോലും മാഷോടെ കൂടെ ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അന്ന് പോലും എത്രമേൽ സ്നേഹത്തോടെയാണ് മാഷ് ഇടപെടുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത്രമേൽ ആഴത്തിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ച ഒരു മികച്ച അധ്യാപകനായിരുന്നു മുല്ലനബി മാഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ, ഈ പ്രധാനപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് എന്നെ വിളിച്ചതിന് ഈ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളോട് എന്ന് പറയുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കവിതകളൊക്കെ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളതെങ്ങനെ റിലേറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും, അല്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ